ഷെയർ ചെയ്യുന്നത് പരിപ്പ് കറി അല്ലെങ്കിൽ കട്ടിപ്പരിപ്പ് തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 രീതിയിലുള്ള പരിപ്പ് ഈ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഒന്നുകിൽ ഈ പച്ച കളറിലുള്ള ചെറുപയർ പരിപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഈ പുറംതോടില്ലാതെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, നല്ല മഞ്ഞ കളറിലിരിക്കും, അത് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ സാധാരണ ചെറുപയർ എടുത്തിട്ട് ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരു 1.5 കപ്പ് ഉണ്ട്. പിന്നെ 2 പച്ചമുളക് വേണം, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ഇത് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, താളിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാനിലേക്ക് ഈ പയർ ചേർക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ചെറുതായിട്ട് മൂത്ത ഒരു മണം വരും. തീ കൂട്ടി വെക്കരുത്, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഈ പയർ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് 1-2 തവണ ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒരുപാട് പൊടിയായി പോകരുത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ പയറിലേക്ക് ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. ഈ പയർ നല്ല ചൂടോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ ആ പയറിൻ്റെ പുറത്തുള്ള തോട് കുറേ പോയി കിട്ടും. ഒരു തവണ കഴുകിയാൽ മതി. ഇനി നമ്മൾ ഈ കഴുകിയെടുത്ത പയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ 1.5 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം വേണ്ടി വരും. ഈ പരിപ്പിനെ നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വെക്കാം. അത്ര സമയം മതി ഇത് വേവാനായിട്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി പരിപ്പ് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർക്കുക. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 കപ്പ് വെള്ളം മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങയുടെ പച്ച ചുവ മാറുന്നത് വരെ കുക്ക് ചെയ്യണം. എപ്പോഴും ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, കാരണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ ചെറുപയർ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളിങ്ങനെ പരിപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഈ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആവണം. ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ പരിപ്പ് കറി അല്ലെങ്കിൽ കട്ടിപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ഈ കല്യാണ സദ്യക്കൊക്കെ ഈ പരിപ്പ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ താളിച്ചൊന്നും ചേർക്കാറില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യും കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചോറ് ഈ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.